പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിടിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന ആ ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അവൻ തന്നെത്താൻ താഴ്ത്തി എന്നുള്ളതാണ്. രക്തം ജയം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ വചനം ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. രക്തജയം. ഈ ലോകത്തിൽ മറ്റാരും തരാത്ത ഒരു സ്നേഹമാണ് യേശു നിങ്ങൾക്ക് തരുന്നത്. എങ്ങനെയാണ് ആ സ്നേഹം? സ്വർഗത്തിൽ തൻ്റെ മഹത്വം വിട്ട്, സ്വർഗീയ മഹത്വം വിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം സ്വീകരിച്ചു. ഈ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ സമത്വം മുറുകെ പിടിച്ചു കൊള്ളാനും അല്ലെങ്കിൽ ആ അനുഭവത്തിലിരിക്കാതെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി മനുഷ്യനെ നിത്യജീവൻ നൽകി, പാപമോചനം നൽകി, ദൈവിക സ്വാതന്ത്ര്യം അവന് നൽകി, അവന് നിത്യ സ്വർഗത്തിലേക്ക് ഒരു ഇടം നൽകാൻ വേണ്ടി നമ്മുടെ കർത്താവ് താഴ്ച ഭവിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ്? ക്രൂശിലെ മരണത്തോളം അവൻ നമുക്ക് വേണ്ടി താഴ്ച ഭവിച്ചു എന്നുള്ളതാണ്. രക്തം ജയം. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രശ്നികത, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിൽ വന്ന ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നിങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തുന്നവൻ ഒരുവൻ മാത്രമാണ്, യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന യുവാക്കന്മാരോട്, തലമുറകളോട് പറയട്ടെ, ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം നമുക്ക് പ്രതികൂലമാണ്. നാം ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ട്രെയിൻ യാത്രയിലാണ്. ആ ട്രെയിൻ അതിവേഗത്തിൽ ഓടുമ്പോൾ, ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വീഡിയോയും വളരെ അതിവേഗത്തിൽ ആമി ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. അതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അതിവേഗത്തിൽ ഈ ട്രെയിൻ ഓടുന്ന പോലെ തന്നെ മനുഷ്യന്റെ ജീവിതവും അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ അതിൻ്റെ ഇഞ്ചൻ നിലയ്ക്കും നമുക്കറിയില്ല എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ ഓട്ടം എപ്പോൾ നിൽക്കും നമുക്കറിയില്ല. അതുകൊണ്ട് അത്ര സ്പീഡിൽ മനുഷ്യന്റെ ജീവിതവും ഒരു വണ്ടിയുടെ ഓട്ടം പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിലാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വിട്ട് നിത്യതയെ നിങ്ങൾ കൈവശമാക്കണം. രക്തം ജയം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യവും വായിക്കുന്നത്. അത് സ്വർഗത്തിലെ മഹാസമ്പത്ത്, ആ ദൈവിക മഹത്വം മുറുകെ പിടിച്ചുകൊള്ളാൻ വിചാരിക്കാതെ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെ ദാരിദ്ര്യത്തിന് വിടിയിച്ച് നിങ്ങളെ സമ്പന്നതയിലേക്ക് കൊണ്ടുവരുവാനാണ്. ഇന്ന് പകൽ ആരെങ്കിലും ദാരിദ്ര്യം അനുഭവിച്ച് കഷ്ടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നിങ്ങൾ യേശുവിനോട് ജാമ്യം ചേർന്ന് നിൽക്കുന്നെങ്കിൽ, കർത്താവിനോട് ചേർന്ന് പറ്റിയിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നീ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയിൽ നിന്നെ വിടുവിക്കാൻ ദൈവം ശക്തനാ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും രചിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കോണം അവൻ നിന്ദിതനായി തീർന്നു, നാം അവനെ ആദരിച്ചതുമില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്ന വാക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതവും തന്റെ പരശുശ്രൂഷയും തന്റെ ക്രൂശിലെ മരണവും കൂടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, യേശു നമുക്ക് വേണ്ടി നൽകി തന്ന ക്രൂശിലെ സ്നേഹത്തെ ഹല്ലേലൂയ നിങ്ങൾ ഒരിക്കലും തിരസ്കരിച്ച് കളയരുത്. രക്തം ജയം. ഈ സ്നേഹം നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് യേശു സ്വർഗം വിട്ട് ഇറങ്ങി വന്നത്. ആമേൻ. പ്രവാചകന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലുത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങളെ തള്ളിക്കളയുന്ന ഏതൊരവസ്ഥയിലും, ജീവിതത്തിൽ താഴേക്കിടയിലേക്ക് പോകുന്ന ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ ജീവിതം എത്രത്തോളം ദുഃഖമുള്ളതായി തീരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം, നിങ്ങളെ ഒഴിവാക്കിയേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖം നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തതാണ്. ഹല്ലേലൂയ. എന്നിരുന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ താഴ്ചയിൽ അവൻ നിങ്ങളെ ഓർക്കുന്ന ദൈവമാണ്.
രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഒരുപക്ഷെ കേരളത്തിലോ ഭാരതത്തിലോ ലോക രാജ്യങ്ങളോ എവിടെങ്കിലും ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, ജീവിതം ഒരു ഓട്ടമാണ്, അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്വാസം നിലയ്ക്കുന്ന ഈ ഓട്ടം നിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എവിടെ നീ നിന്ദിക്കപ്പെട്ടോ, അപമാനിക്കപ്പെട്ടോ, താഴ്ച പ്രാപിച്ചോ, അവിടെ നിന്നെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിന്റെ അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം തരാൻ ആഗ്രഹിക്കുന്നു. നീ കടന്നു പോകുന്ന കണ്ണുനീരിന്റെ നടുവിൽ ദൈവം നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അവൻ ശക്തനായ ദൈവമാണ്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ ശക്തനായ ദൈവമാണ്. സത്യവേദ പുസ്തകം പറയും, ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു എന്ന് നമുക്ക് ഒന്ന് വൃത്താന്ത പുസ്തകം 29:12 കാണാൻ കഴിയും. അതേ പ്രിയ സ്നേഹിത, നമ്മുടെ ദൈവം ശക്തിയും ബലവും ഉള്ളവനാണ്. സകലവും അവൻ്റെ കയ്യിലാണ്. സകലത്തെയും വലുതാക്കുന്നവന് ശക്തീകരിക്കുന്നവൻ ദൈവമാണ്. അതുകൊണ്ട് നീ ഇന്ന് പകല കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തുകൊണ്ട് നീ കടന്നു പോകുന്ന പ്രതിസന്ധിയെ ഹല്ലേലൂയ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ഇസ്രായേൽ ഇസ്രായേലിൽ അടിമകളായിരുന്നപ്പോൾ വളരെ താഴ്മ ഭവിച്ച അടിമത്തത്തിലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ അടിമത്തത്തെ വിടുവിച്ചുകൊണ്ടെന്ന് വാഗ്ദത്ത കനാനിലേക്ക് അവർക്ക് പ്രവേശനം നൽകിയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ താഴ്ച നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ അടിമത്തത്തിൽ നിങ്ങളെ വിടുവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കട്ടെ. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞു വന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ വചനം കേട്ടുകൊണ്ട് സകല ചേർത്ത് അവിടെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഈ തകർന്നു തുടങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾക്കൊരു ആശ്വാസം കേരളത്തിൽ ലോക രാജ്യങ്ങളും എല്ലാ ജനത്തിന്മേലും കർത്താവ് നിത്യമായി സന്തോഷം നൽകി, അവരുടെ താഴ്ചയിൽ ഉയർത്തി, അവരുടെ കഷ്ടതകൾക്കൊരു മാറ്റം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലെ നീതി വെളിപ്പെടുത്തിയാടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം കർത്താവ് അവിടെ അത്ഭുതം ചെയ്യണം, ജനത്തെ വിടിവിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണം, നീതി വെളിപ്പെടുത്തിയാട്ട് സകല മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.